നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരെയും നടുക്കിയ ഒരു അതിക്രൂര കൊലപാതകമാണ് തിരുവനന്തപുരം നാലാഞ്ചിറയിൽ സംഭവിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 4 കുട്ടികൾ അനാഥരായിരിക്കുകയാണ്. അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഹസീന എന്ന യുവതിയെ ഭർത്താവ് അതിക്രൂരമായി വീടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മകളുടെ മുന്നിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നതെന്നതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം. മകളുടെ മുന്നിൽ വെച്ച് ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം പ്രതി കാറിൽ രക്ഷപ്പെടുകയെന്ന സാഹചര്യമുണ്ടായി. നാലാഞ്ചിറ മടത്തുനട KRA 158 തിരുപ്പതി ഭവനിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഹസീനയാണ് കൊല്ലപ്പെട്ടത്. 36 വയസ്സുകാരിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഹസീനയുടെ ഭർത്താവ് സുരേഷ് 46 വയസ്സുകാരനാണ് അതിക്രൂര കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ പെട്ടെന്ന് തന്നെ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. ബുധനാഴ്ച പുലർച്ചെ 5:45 ഈ അതിക്രൂര സംഭവങ്ങൾ ഉണ്ടായത്. ഹസീനയും സുരേഷും തമ്മിൽ നിരന്തരം വഴക്കുണ്ട്. ചൊവ്വാഴ്ച രാത്രിയും വഴക്കുണ്ടായി. മാത്രമല്ല, ഒരാഴ്ചയായി ഹസീനയെ കാണാനില്ലാത്ത അവസ്ഥയായിരുന്നു. ഇത് സംബന്ധിച്ച് സുരേഷ് മണ്ണന്തല പോലീസിലാണ് പരാതി നൽകിയത്. പക്ഷേ ചൊവ്വാഴ്ചയോടെ ഹസീന തിരിച്ച് വീട്ടിലെത്തി. സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു എന്നാണ് ഹസീന പറഞ്ഞത്. ഇതേ ചൊല്ലി ഹസീനയും സുരേഷും തമ്മിൽ വളരെ വലിയ വഴക്കുണ്ടാകുന്നു. ഇത്ര ദിവസം എവിടെയായിരുന്നു? സുഹൃത്തിൻ്റെ വീട്ടിലെന്ന് ഹസീന പറയുന്നു. അപ്പോൾ പോലീസിൽ പരാതി നൽകുന്ന തരത്തിൽ വരെ സുരേഷ് നയിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ എത്രമാത്രം, അതായത് ഹസീനയെ കാണാനില്ല, പോലീസിൽ പരാതിപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. അതിനുശേഷം യാതൊരു കൂസലുമില്ലാതെ ഹസീന വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. സുഹൃത്തിൻ്റെ വീട്ടിലാണെന്ന് പറയുന്നു. ഇത് സംബന്ധിച്ച് ഇരുവർക്കും ഇടയിൽ വലിയ രീതിയിലുള്ള വഴക്കുണ്ടാകുന്നു. മണ്ണന്തല പോലീസ് ഇരുവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ശേഷം പോലീസ് അനുനയിപ്പിച്ച് ഇവരെ വീട്ടിലേക്ക് വിട്ടതാണ്. പക്ഷേ വീട്ടിൽ തിരിച്ചെത്തി ഇരുവരും വീണ്ടും വഴക്ക് തുടർന്നു. ഇത് വലിയൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു. കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്ന വഴക്കാണ് അവസാനമായി ആ വഴക്ക് ആ വീട്ടിൽ സംഭവിച്ചത്. കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളൊക്കെ വളരെ വേദന ആയിരിക്കുകയാണ്. കൊലപാതകം നേരിൽ കണ്ടത് ഇവരുടെ മൂത്ത മകൾ അമൃതയാണ്. മണ്ണന്തല പോലീസിൽ വിവരം അറിയിച്ച് പോലീസ് എത്തിയതും ബാക്കി നടപടികളൊക്കെ സ്വീകരിച്ചതും. കൊലപാതകത്തിന് ശേഷം കത്തി കുളിമുറിയിൽ കൊണ്ടുപോയി കഴുകിയ ശേഷം സുരേഷ് കാറിൽ കടന്നു കളയുകയായിരുന്നു. ഹസീനയും സുരേഷും ഇവരുടെ 4 മക്കളും ബന്ധുവായ സ്ത്രീക്കൊപ്പം 5 മാസം മുൻപാണ് ഈ വീട്ടിൽ താമസിക്കാൻ എത്തിയത്. മാത്രമല്ല, കൊലപാതകത്തിന് ശേഷം കടന്നു കളഞ്ഞ സുരേഷ് മൂത്ത മകൾ അമൃതയെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞത് ഈ കാര്യമാണ്: താൻ ഇനി മടങ്ങി വരില്ല, ഇളയ കുട്ടികളെ നോക്കണം എന്നാണ് സുരേഷ് ഈ കുട്ടിയോട് പറഞ്ഞിരിക്കുന്നത്. എന്തർത്ഥത്തിലാണ് സുരേഷ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നതൊക്കെ ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. കോട്ടൺ ഹിൽ സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് അമൃത. നാലാഞ്ചിറ സെന്റ് ഗോരറ്റീസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആനന്ദ്. കുജവർക്കൽ ഗവൺമെൻറ് UP സ്കൂളിൽ 6ലും 4ലുമാണ് റോഷൻ, അനയ എന്നിവർ പഠിക്കുന്നത്. 4 കുട്ടികൾ, പറക്കമുറ്റാത്ത 4 കുട്ടികൾ, അവർക്ക് അവരുടെ അമ്മയും അച്ഛനെയും ഒരേപോലെ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. കൊലപാതക വിവരം അറിഞ്ഞ് റോഷനെയും അനയും പഠിക്കുന്ന സ്കൂളിൽ നിന്ന് അധ്യാപകരൊക്കെ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയിരുന്നു. 2 ദിവസമായി കുട്ടികൾ സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് ഹസീനയെ അധ്യാപിക ബന്ധപ്പെട്ടിരുന്നു. പനിയാണ്, ഭേദമായതിനു ശേഷം വരുമെന്നാണ് ഹസീന അധ്യാപികയ്ക്ക് ശബ്ദ സന്ദേശം അയച്ചത്. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അറിയില്ലായിരുന്നുവെന്നാണ് അധ്യാപകർ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അധ്യാപകർ എത്തുമ്പോൾ ആകെ തളർന്ന നിലയിലായിരുന്നു 4 കുട്ടികളും. ആ കുട്ടികളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് പോലും അറിയാതെ ചുറ്റുമുള്ളവർ കുഴങ്ങുന്ന സാഹചര്യമുണ്ടായി. അധ്യാപകർ എത്തി വെള്ളവും ഭക്ഷണവും ഒക്കെ കുട്ടികൾക്ക് നൽകി. പിന്നീട് കാര്യങ്ങൾ സംസാരിച്ചും ആശ്വസിപ്പിച്ചും അധ്യാപകർ ഈ കുട്ടികൾക്കൊപ്പം ഇരുന്നു. എന്തായാലും വളരെ നടക്കുന്ന ഒരു കൊലപാതകമാണ്. വട്ടിയൂർക്കാവ് മേലത്തുമേല സ്വദേശിയാണ് സുരേഷും മണക്കാട് സ്വദേശിനിയായ ഹസീനയും. ഇവരുടേത് പ്രണയ വിവാഹമായിരുന്നു. മണ്ണന്തല വട്ടിയൂർക്കാവ് മേഖലകളിൽ വാടക വീടുകളാണ് ഇവർ നേരത്തെ താമസിച്ചിരുന്നത്. എന്തായാലും കൊലപാതക ശേഷം ഒളിവിൽ പോയിരിക്കുകയാണ് സുരേഷ്. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമമൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. CCTV കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. ഇയാളുടെ മൊബൈൽ ഫോൺ കരമന ഭാഗത്ത് നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മകളോട് ഫോണിൽ ബന്ധപ്പെട്ട് താനും ആത്മഹത്യ ചെയ്യുമെന്ന് സുരേഷ്
അറിഞ്ഞിരുന്നു എന്നാണ് ബന്ധുക്കൾ അടക്കമുള്ളവർ പറയുന്നത്. അതായത് ഇത് അവസാന കോളാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു ആത്മഹത്യാ സൂചനയുണ്ട്. 2 ആഴ്ച മുൻപ് ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് സുരേഷ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അത് പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളുണ്ടായ ഒരു കൊലപാതകി കൂടിയായത്. എന്തായാലും കൊലപാതകം എത്ര പറഞ്ഞാലും തെറ്റ് തന്നെയാണ്. അതുമാത്രമല്ല മറ്റ് സാഹചര്യങ്ങളൊക്കെ നമുക്ക് ആ വീട്ടിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ക്രൂരനായ കൊലപാതകിയായി, എന്തുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു, എന്തുകൊണ്ട് ഹസീന മറ്റൊരു വീട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ ഹസീനെ അലട്ടിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. 4 മാസം മുൻപാണ് ഇവർ നാലാഞ്ചിറയിലെ വാടക വീട്ടിൽ താമസം തുടങ്ങിയത്. സുരേഷും ഹസീനയും തമ്മിൽ നേരത്തെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് ഹസീന വീട്ടിൽ നിന്ന് പോയത്. തുടർന്ന് സുരേഷ് പോലീസിൽ പരാതി നൽകി. ഇതിനിടയിൽ വിഷം കഴിച്ച് ജീവനൊടുക്കാനും സുരേഷ് ശ്രമിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിളിച്ചതിനെ തുടർന്ന് ഹസീന തിരിച്ചെത്താൻ സന്നദ്ധത അറിയിച്ചതാണ്. പക്ഷേ ഇവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഹസീനയുടെ മാതാവിനെയും മക്കളെയും കൂട്ടിയാണ് വീട്ടിലേക്ക് വിട്ടത്. എന്നാൽ പുലർച്ചെ ഇരുവരും തമ്മിൽ വീണ്ടും വഴക്കുണ്ടായി. അടുക്കളയിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചാണ് സുരേഷ് ഭാര്യയുടെ കഴുത്തറുത്തത്. ശേഷം കത്തി കഴുകി വൃത്തിയാക്കി അടുക്കളയിൽ വച്ച ശേഷമാണ് സുരേഷ് രക്ഷപ്പെട്ടത്. എന്തായാലും അതിനുശേഷം മക്കളെയും വിളിച്ചു. ഇത്തരത്തിൽ അച്ഛന് അവസാന കോളാണ്, മൂത്ത മകൾ മറ്റു 3 പേരെയും കൂടി നോക്കണമെന്ന ഒരു കാര്യവും കൂടി പറഞ്ഞിരിക്കുന്നു. എന്തായാലും പ്രതിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയ ചില നാട്ടുകാരൊക്കെ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. അവരിൽ ചിലരുടെ പ്രതികരണത്തിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, അതെല്ലാവർക്കും അറിയാമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ആഴ്ച കേസ് കൊടുത്തതാണെന്ന് പറയണം. അത്രയും നമുക്കറിയാവുള്ളൂ. കൊലപാതകം നടക്കുമ്പോൾ അല്ലെങ്കിൽ അടിപിടി ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു? ഞങ്ങളാരും വരൂല, ഞങ്ങളാരും മിണ്ടുകയില്ല, സഹകരിക്കുകയില്ല അവരുമായിട്ട്. അവൻ എന്താ അഴുക്ക ജാതിയാണ്, ആ ജാതിയിലുള്ളവനാണ് ഞങ്ങളെ കൊച്ചിനെ വിളിച്ചിട്ട് പോയത്. ഞങ്ങൾ അന്നോട്ടെ ഞങ്ങൾ മിണ്ടൂല. പിന്നെ ഒരു മരണം വല്ലതും വന്നാൽ ഞങ്ങളായിട്ട് കയറ്റി കാണിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അവളെ വാപ്പ മരിച്ചപ്പോഴും ഞങ്ങൾ ശാസ്താനത്തെ പള്ളിയിലാണ് കൊണ്ടുപോയത്. അവളൊക്കെ കാണിക്കേണ്ടെന്ന് പള്ളിയിൽ നിന്ന് എല്ലാവരും പറഞ്ഞു. കാണിച്ചാൽ പള്ളിയിൽ എടുക്കൂല, ഞങ്ങളെ പള്ളിയിൽ എടുക്കൂല. അപ്പൊ കാണിക്കേണ്ടെന്ന് പറഞ്ഞിട്ടും പിന്നെ ഞങ്ങൾ അവരുടെ കാല് പിടിച്ച് അവളെ വാപ്പ അല്ലേ അങ്ങനെ കൊണ്ട് കാണിച്ചു. ഹസീനയുടെ ആരായിട്ട് വരും? ഞാനാ ഹസീനയുടെ വാപ്പാടെ സഹോദരി. ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിലും ഇടപെട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളാരും ഒന്നും ഇടപെട്ടിട്ടില്ല. അവൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു അടിക്കുക. ഞാൻ പറഞ്ഞു നിന്നെ കൈ കൊണ്ടടിച്ചാൽ നീ ചെലവെടുത്തടിയെന്നാണ് ഞാൻ പറയുന്നത്. അവനെ അടിച്ച് കൊല്ലുന്നതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവൻ എന്തായിരുന്നു ജോലി? കൊലപാതകം എല്ലാ ജോലിക്കും പോകും, നിയമിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഫ്രിഡ്ജ് എങ്ങാണ്ട പഴയതൊക്കെ എടുത്ത് നോക്കും. പക്ഷെ അവൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ സംശയമുണ്ട്. ഇവിടെ ഭയങ്കര സംശയ രോഗമാണ്. അതാണ് ഇവരുടെ ഇങ്ങനെ ആയത്. എന്താ ഈ സംശയത്തിനുള്ള പ്രധാന കാരണം? ഒരു കൊച്ചിനെ പോലും നോക്കിക്കൂടാ, അതാണ് അവന്റെ സംശയം. 4 മക്കളുണ്ട് ഇവർക്ക്. 2 പെണ്ണും. അച്ഛൻ ജയിലിൽ പോകും, ആരുമില്ല, അവരെ നോക്കാൻ ആരുമില്ല. മക്കളുടെ അവസ്ഥ എങ്ങനെയാണ്? നിങ്ങൾ ആരെങ്കിലും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം എങ്കിൽ നമുക്കത് ജാതിയിൽ ബാധകമാവും. അവൻ മുസ്ലിം ആയിട്ടില്ല. അവള് ഞങ്ങൾ കുറെ പറഞ്ഞു മുസ്ലിം ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റൂല. ഇപ്പൊ പള്ളിയിൽ എടുക്കൂലല്ലോ, അവളെ പള്ളിയിൽ അടക്കാൻ പറ്റൂല. ചുടുകാട്ടിലും എല്ലാം കൊണ്ടുപോകുള്ളൂ. ഈ പറയുന്നത് പോലെ മക്കളുടെ അവസ്ഥ കാണുമ്പോഴേ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. മക്കള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മക്കളടുത്ത് സംസാരിച്ചായിരുന്നോ? ഇവിടെ 2 മക്കളുണ്ട്. മൂത്ത കൊച്ചിന് മാത്രം ഞങ്ങൾ അറിയാവുള്ളൂ, അവളെ നിങ്ങൾക്ക് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ സഹകരിക്കാറില്ല. നമ്മളും സഹകരിക്കാറില്ല. പുള്ളി മരിച്ചതിന് ശേഷം യാതൊരു സഹകരണവും ഇല്ല. പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസീനയുടെ പിതാവ്. നമ്മുടെ അടുത്ത് സഹകരണമില്ല, നമ്മളും സഹകരിക്കാൻ പോകാറില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടാൻ പോകാറില്ല. ഇവര് എങ്ങനെയാ കല്യാണം കഴിക്കുന്നത്? സ്നേഹിച്ചായിരുന്നോ? സ്നേഹിച്ച് കഴിച്ചാണ്. സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ പോയതാണ്. ഇവള് അവനുമായിട്ട് പോയതാണ്. എത്ര കാലം മുന്നേ അവര് വിവാഹം കഴിയുന്നത്? ഇങ്ങനെ പോയത് ഒരു 10-20 വർഷമെങ്കിലും കുറഞ്ഞതാകണം. ആയുർവേദ കോളേജിന്റെ അവിടെ ട്യൂട്ടോറിയലിൽ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ള അടുപ്പമാണ്. ഇവര് അപ്പോഴേ ഇവിടെ മൺട്രോക്കോണത്ത് ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേ പോയതാണ്. നമ്മളോടൊപ്പം അയൽവാസി കൂടെ ചേരുന്നുണ്ട്. അമ്മ ഇവിടെ അടുത്താണല്ലോ വീട്. അമ്മ എന്തെങ്കിലും ബഹളം കേട്ടിരുന്നു? നമ്മൾ കേട്ടിട്ടില്ല. ഈ ഹസീനയെ അറിയാമോ? കണ്ടു പരിചയം? കണ്ടിട്ടില്ല. ഇവിടെ താമസമായിട്ട് എത്ര കാലമായി അറിയാമോ? വാടകയ്ക്ക്? അതല്ലേ പറഞ്ഞ നമ്മൾ ഇങ്ങോട്ട് വരവില്ല. നമുക്ക് അതിലാണ് തൊട്ടടുത്താണ് വീട്. തൊട്ടല്ല, അതിന്റെ അപ്പുറത്ത്.
അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ആ സൈഡേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങോട്ടുള്ള ഒന്നും അറിയാവത്തില്ല. പിന്നെ ഇവിടെ വന്നത് പോലും അറിഞ്ഞില്ല. വേറെ ഈ മുമ്പ് വരെ എത്തിക്കാറത്താണെന്ന് അവരെ നമുക്കറിയാം. അതിനുശേഷം പിന്നെ ഞാൻ ഇങ്ങോട്ടൊന്നും വരില്ല. ഒരു ആവശ്യമില്ലല്ലോ, അവിടെ വരില്ല. അമ്മ ഇപ്പോഴേ ഈ വാർത്ത അറിയുന്നത്? ഞാൻ രാവിലെയാണ് അറിഞ്ഞത്. താഴെയുള്ള ഒരു പയ്യൻ ഇതിലൂടെ പറഞ്ഞുകൊണ്ട് പോയി. കുറേ പേര് പറഞ്ഞ് 2 മക്കളാണ്. ഇപ്പം വന്നപ്പോൾ 4 മക്കളാണ്. അങ്ങനെയാണ് നമ്മൾ ഇത് അറിഞ്ഞത്.